എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. നമുക്ക് 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് അല്പനേരം ചിന്തിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ഇവിടെ അപ്പോസ്തലൻ കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ്. കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത്? ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ, അസത്യമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കള്ളപ്രവാചകന്റെ ലക്ഷ്യം. പഴയ നിയമകാലത്തും പ്രവാചകന്മാരുടെ കാലത്ത് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. ഇസ്രായേലിന് വരുവാനുള്ള ശിക്ഷയെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അതിനെതിരായിട്ട് വ്യാജം പ്രചരിപ്പിക്കുന്ന കള്ളപ്രവാചകൻ, അതിന് സമാന്തരമായി തന്നെ പുതിയ നിയമ വ്യവസ്ഥിതിയുടെ കാലത്ത് ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി ഫോഷ്ക്ക് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കള്ളപ്രവാചകന്മാർ ഇവിടെ പറയും. അപ്പോൾ കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവൻ. ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചാണ്. ദേഹവും ജീവനും ചേർന്ന ആ മനുഷ്യനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അതല്ലാതെ മറ്റൊരു ആത്മാവിനെ കുറിച്ചല്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രവാചകനാണോ അതോ വ്യാജപ്രവാചകനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. പിതാവായ ദൈവം മനുഷ്യനായി വന്നു എന്ന് പറയുന്ന ആത്മാവുണ്ടെങ്കിൽ അത് കള്ളപ്രവാചകനാണ്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് പറയുന്ന ആത്മാവാണ് യഥാർത്ഥ പ്രവാചകൻ. അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? ദൈവമായിരുന്നോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ വചനമായിരുന്ന യേശുക്രിസ്തുവാണ് മനുഷ്യനായി ജഡത്തിൽ ഭൂമിയിൽ വന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന പറയുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. പിന്നെ യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുവാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ അവൻ ദൈവമാണോ മനുഷ്യനാണോ എന്നുള്ള സംശയവിധ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളൊക്കെയും അത് കള്ളപ്രവാചകന്മാരുടെ പട്ടികയിൽപ്പെടും. അപ്പോൾ
ഇങ്ങനെ കള്ളപ്രവാചകന്മാർ വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോഴേ ഇവിടെ ഉണ്ട് എന്നാണ്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി അപ്പോസ്തലന്മാർ മരിച്ചതിന് ശേഷം ഒരു ഉപമയിൽ കർത്താവ് പറയുന്നു, മനുഷ്യർ ഉറങ്ങിയതിന് ശേഷം ദുഷ്ടൻ വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു. ഇവിടെ മനുഷ്യർ ഉറങ്ങി എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ മരണത്തെ അത് സൂചിപ്പിക്കും. അപ്പോസ്തലന്മാരുടെ മരണശേഷം യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ഉപദേശിച്ച യഥാർത്ഥ സത്യങ്ങളെ മറച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് അസത്യങ്ങൾ വളരുവാൻ ഇടയായി. അതിൽ ഒരു വലിയ അസത്യമാണ് യേശു ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്നു. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തന്നെത്താൻ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാമത് ഈ ഭൂമിയിൽ വന്നത്. അതേ സത്യം തന്നെയാണ് അപ്പോസ്തലന്മാരും പ്രചരിപ്പിച്ചത്. യേശു ദൈവമാണെന്ന് അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തിയില്ല. യേശു ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണെന്ന്. ഇപ്പം പിതാവായ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും വളരെ വ്യക്തമായ പഠിപ്പീരാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അപ്പം അതിന് വിരോധമായിട്ടുള്ള വ്യാജങ്ങൾ ക്രൈസ്തവ സഭയിൽ വരുവാൻ ഇടയായി. അത് കള്ളപ്രവാചകന്മാരുടെ പ്രവണതയായിരുന്നു. അങ്ങനെ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പല സംശയങ്ങളും നിലനിന്ന് പോരുകയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഈ സൂചനയാണ് ഈ വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ദൈവമാണോ ദൈവപുത്രനാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സത്യം നമുക്ക് വേദപുസ്തകം വെളിപ്പെടുത്തി തന്നു. പിതാവായ ദൈവം എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് കർത്താവ്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുന്നത്. അപ്പോൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചത് മനുഷ്യരാശിയുടെ പാപമോചനത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ ബലിയർപ്പിക്കാനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ വ്യക്തമായ ആശയത്തിൽ നിലനിൽക്കാതെ ദുരുപദേശങ്ങളിൽ പിന്നെയും കുടുങ്ങിപ്പോകുന്ന ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മാക്കൾ അത് വ്യാജത്തിൻ്റെ ആത്മാവാണെന്നും എതിർക്രിസ്തുവാണെന്നും മനസ്സിലാക്കേണ്ടതാണ്. പലരും അന്തിക്രിസ്തു എന്നൊക്കെ പറയാറുണ്ട്. അന്തിക്രിസ്തു എന്നുള്ളതല്ല അതിൻ്റെ ശരിയായ പദം. ക്രിസ്തുവിന് എതിരായ ക്രിസ്തു എന്ന ആൻറ്റി ക്രൈസ്റ്റ്, ക്രിസ്തുവിന് എതിരായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആത്മാക്കളെ മനുഷ്യരെ നാം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സത്യത്തിൽ നിലനിൽക്കേണ്ടതാണ്. അതിനാലാണ് നമുക്ക് നിത്യജീവനെന്ന മഹാപ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും.